അർജുൻ കണ്ണൂരിലും പ്രതിഷേധം മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിലേക്കുള്ള പ്രതിഷേധം അത് ഡിവൈഎഫ്ഐ ആണ് നടത്തുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതായത് കാലവർഷം അടുത്തതോടുകൂടി തന്നെ ദേശീയപാതയിൽ പലയിടത്തും അശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിയാരം ഈ മേഘ കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ച് ഒരു ഉന്തും തള്ളിലും പോലീസുമായി വാക്കേറ്റവും അതുപോലെ തന്നെ ഒരു ബലപ്പെടുത്തവും ഒക്കെ ഉണ്ടായ. ആ ബലപ്പെടുത്തത്തിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ അടിച്ചു തകർത്ത് തന്നെയാണ് ഇതിനകത്തേക്ക് ഓഫീസിനകത്തേക്ക് കയറിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ദേശീയപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസും മറ്റ് പ്രവർത്തകരുമൊക്കെയായി ഇപ്പോൾ വാക്കേറ്റമുണ്ടാവുകയും ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ഓഫീസിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഓഫീസിന് ശേഷം, അതായത് ഈ ചർച്ചയിൽ തീരുമാനമായതിനു ശേഷം ഈ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനോട് ഈ പ്രവർത്തകർ പറയുന്നത്. അതിന് മുൻപ് ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ. നേരത്തെ ഈ ഓഫീസിനകത്ത് തള്ളി കയറിയ സമയത്താണ് ഇതിൻ്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതിന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. അതിന് സമാനമായ രീതി തന്നെയുള്ളൊരു പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ. സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയിലെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി, അല്ലെങ്കിൽ അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും ആക്ഷേപം ഉയരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഒരു പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ ചർച്ച ഇതിൻ്റെ ദേശീയപാത മേഘ കൺസ്ട്രക്ഷൻ്റെ കരാർ ഉദ്യോഗസ്ഥരുമായി അവരോട് സംസാരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇതുവഴിയുള്ള ഓഫീസിൻ്റെ പല സാധന സാമഗ്രികളുമൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തകർത്തതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഡോറിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പലയിടങ്ങളിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുപ്പത്ത്, പരിയാരത്ത് തന്നെ ഇതിനടുത്ത് തന്നെയുള്ള പ്രദേശമാണ് കുപ്പം. ആ കുപ്പത്താണ് മറ്റു പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള കാര്യം ഈ പ്രവർത്തകരോട് പോലീസ് അഭ്യർത്ഥിച്ചു. പക്ഷേ അതിന് കൂട്ടാക്കാതെ പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നേതാക്കൾ ചർച്ച നടത്തുമ്പോൾ മറ്റ് പ്രവർത്തകർ ഒന്ന് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണമെന്നുള്ളതാണ് പോലീസ് അവരോട് അഭ്യർത്ഥിച്ചത്. പക്ഷേ അതിന് കൂട്ടാകുന്നില്ല. എന്തായാലും ഒരു സംഘർഷ അന്തരീക്ഷം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ്, അതായത് 10:45 കൂടിയാണ് ഈ പ്രതിഷേധം ഈ മേഘ കൺസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക് ഈ മേഖലയിൽ, അതായത് പരിയാരത്തും അതുപോലെ തന്നെ എംബേറ്റിലും പിലാത്തറയിലും പയ്യന്നൂരിലുമൊക്കെ ഈ ദേശീയപാതയുടെ ജോലി നിർവഹിക്കുന്നത് മേഘ കൺസ്ട്രക്ഷൻസ് ആണ്. മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. നേരത്തെ പറഞ്ഞത് പ്രകാരം, അതായത് ദേശീയപാതയുടെ ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് എന്നതുകൂടി വളരെ പ്രധാനമായും കാണുന്നത്. അർജുൻ, നേരത്തെ പെരിയയിൽ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാത, അതും മേഘ കൺസ്ട്രക്ഷൻസ് ആയിരുന്നു. ആ അടിപ്പാത തകർന്നതും മേഘ കൺസ്ട്രക്ഷൻസ് ആയിരുന്നു. അന്ന് അടിപ്പാത തകർന്നതും വലിയ വിവാദമായതാണ്. ചെളിവെള്ളത്തിൽ കമ്പി പാകിയാണ് അത് കോൺക്രീറ്റ് ചെയ്തിരുന്നത്. അവർ തന്നെ അടുത്ത നിർമ്മാണവും ഏറ്റെടുത്ത് അടുത്ത കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ നേതാക്കളുടെ ആരെങ്കിലും പ്രതികരണം കിട്ടുമോ ഈ ഘട്ടത്തിൽ? ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ ഈ ഇതിൻ്റെ ഭാരവാഹികളോട്, അല്ലെങ്കിൽ ഈ മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ ഭാരവാഹികളോട് സംസാരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കാൻ മേഘ കൺസ്ട്രക്ഷന്? ഇപ്പം ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു മുന്നൊരുക്കവുമില്ലാതെ അശാസ്ത്രീയമായ രീതിയിലാണ് മേഘ കൺസ്ട്രക്ഷൻ തീർത്തും ലാഘവത്തോടു കൂടിയാണ് സാധാരണക്കാരുടെ യാത്ര ഈ പറയുന്ന സ്വാതന്ത്ര്യം ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോയിട്ട് നിരവധി തവണ ഇത്തരം ഈ പറയുന്ന ഇവരുടെ അനാസ്ഥക്കെതിരെ നമ്മൾ ഒട്ടനവധി തവണ ഇവിടെ സമീപിച്ചിട്ട് പോലും ഒരു തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു വരവിലും വിവാദത്തിൽപ്പെട്ട കമ്പനിയാണ് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി.